അങ്ങനെ ഇനി ഇതാ സീറ്റിലേക്കും നോക്കിക്കേ, വളരെ കുറച്ച് കസേരകൾ മാത്രമേ, അതെ കുറച്ച് കസേരകൾ മാത്രമേ വളരെ പെട്ടെന്നാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇനി കുറച്ച് കണ്ടസ്റ്റന്റ്സ് കൂടെ പാടാനുണ്ട്, കുറച്ച് വീട്ടമ്മമാരെ കൂടെ നമുക്ക് പരിചയപ്പെടാനുണ്ട്. അതറിയണമെങ്കിൽ അടുത്ത കണ്ടസ്റ്റന്റ് വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. നെക്സ്റ്റ് വീട്ടമ്മ, നല്ലൊരു കൈഡിയോടുകൂടി.
നിന്നെ കാറ്റാൽ തൊടുന്ന നേരം എങ്ങോമേയും പാട്ടാൽ തെന്നൽ ചായ കൊമ്പിൽ പകർന്ന പൂവേ നമുക്കിതേ നമ്മൾ സെലക്ഷനിലേക്ക് കടന്നിട്ടുള്ളൂ. ഇപ്പോഴേ കറക്റ്റ് എങ്ങനെ ശരിയാവും? പൊട്ടണം എന്ന് പറഞ്ഞു. മോളെ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്തോളൂ ഒന്ന് സ്വയം. എന്റെ പേര് ശിവാനി. ഞാൻ പാലക്കാട് നിന്നാണ് വരുന്നത്. PG കഴിഞ്ഞ് നെറ്റ് എക്സാമിന് പ്രിപ്പയർ ചെയ്യാണ്. ഇതെന്റെ അച്ഛൻ. അത് മനസ്സിലായി, കാരണം അവിടെ മോള് അവിടെ കരയണത് കാണാതെ അത് ഓടി വന്ന് കെട്ടിപ്പിടിച്ചപ്പോഴേ മനസ്സിലായത് അച്ഛനാണ്. ഞാൻ ആക്ച്വലി ഓവർവെൽംഡ് ആണ്. അല്ല, ഞങ്ങൾ എന്താന്ന് പറയാ ഇത്രയും ലേറ്റ് ആയത്. അല്ല, ആദ്യം പല്ലവി പാടി. ഇപ്പൊ ഞങ്ങൾ അത്ര അങ്ങ് ഞങ്ങൾക്ക് ആർക്കും അത്ര ഞങ്ങൾ അതിലേക്ക് വന്നില്ല. അത്ര ഒരു സെലക്ട് ചെയ്യണത് അങ്ങനെ ഞങ്ങൾ വിചാരിച്ചതല്ല. പക്ഷെ അതെന്താ സംഭവം എന്നറിയോ? ശിവാനി പാടി തുടങ്ങിയപ്പോ നന്നായിട്ട് പാടാൻ തന്നെ വന്നു. പല്ലവി പാടിയപ്പോ കുറച്ച് പോയി എന്ന് മനസ്സിലായി. അന്നാ ഇനി ധൈര്യമായി, എന്തായാലും പോയി, ഒന്നും നോക്കാനില്ല, അങ്ങോട്ട് പാടി. ആ ധൈര്യമാണ് നമുക്ക് വേണ്ടത്. അതാണ് അത് ആദ്യം മുതലേ വേണം ആ ധൈര്യം. അച്ഛൻ ഓടി വന്നു കഴിഞ്ഞപ്പോ ശരിക്കും പറഞ്ഞാൽ എനിക്ക് എന്റെ അച്ഛനെ ഓർമ്മ വന്നത്. ഈ വയസ്സിലും ഡാഡിയാണ് എന്റെ കൂടെ എല്ലായിടത്തും വരണേ. ഇപ്പോഴും എത്രയോ കാലമായിട്ട് എന്റെ പാട്ട് ജീവിതത്തിലെ എന്റെ ഏറ്റവും വലിയ ഫാനും എന്റെ ഏറ്റവും വലിയ സപ്പോർട്ടറും. സെയിം. പാട്ട് ഏറ്റവും കൂടുതൽ പ്രൊമോട്ട് ചെയ്യുന്നത് ഡാഡിയാണ്. ഒരു ഫാദർ ഒരു ഡോട്ടറിന്റെ ഒരു ബന്ധം എന്ന് പറയുന്നത് സംതിങ് വെരി ഡിഫറെന്റ്. അത് ദൈവം സഹായിച്ച് ഇതുവരെ എനിക്ക് അത് ഉണ്ട് എൻ്റെ ലൈഫിൽ. അപ്പോൾ എനിക്ക് അത് ഭയങ്കരമായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. എനിക്ക് തോന്നുന്നു അനുപലവിയും ചരണവും വാസ് യുവർ സ്ട്രോങ് പോയിന്റ്. അതിൽ തന്നെ പാടി അസാധ്യമായിട്ട്. അതാണ് ബുദ്ധിമുട്ടും പാടാൻ. അല്ല അതല്ല സൂപ്പർ ആയിട്ട് അതൊക്കെ ബുദ്ധിമുട്ടുള്ള സംഭവം. ഓക്കെ, അപ്പൊ എന്തായാലും നമ്മളിതാ ഇവിടെ ഒഫീഷ്യലായിട്ട് നമ്മുടെ പ്രോഗ്രാമിലേക്ക് ഇന്നായി. ഹസ്ബൻഡിനെ പറ്റി പറഞ്ഞില്ല. അദ്ദേഹത്തിന്റെ പേര്? ഹസ്ബൻഡിന്റെ പേര് രോഹിത്. ആള് പെർക്കഷനിസ്റ്റ് ആണ്. എന്താണ് പെർക്കഷൻ? എന്താണ്? റിതം പാഡ്, ഡ്രംസ്, മൃദംഗം. ഇന്ന് പ്രോഗ്രാമിന് പോയിരിക്കുകയായിരിക്കും. ആൾക്ക് നല്ല വിഷമുണ്ട് വരാൻ പറ്റാത്തതില്. എനിക്ക് അവസരം കിട്ടിയത്. ഏത് സീറ്റാ സെലക്ട് ചെയ്യാൻ പോകുന്നത്? നമ്മുടെ ഈ ജേർണി ഫുൾ ആ സീറ്റിലാണ് ഇരിക്കാൻ പോകുന്നത്. ആ നമ്പറുള്ള സീറ്റിലാണ് ഇരിക്കാൻ പോകുന്നത്. എന്നാ 14 എടുത്തോളൂ. അതില് കുറെ നല്ല ദിവസങ്ങൾ ഉണ്ടല്ലോ. വിഷു ഉണ്ട്, സമൃദ്ധിയുടെ നാളല്ലേ, പൈസ കിട്ടുന്ന നാളാ. നവംബർ 14 എന്താ ചേച്ചി? നവംബർ 14 ചിൽഡ്രൻസ് ഡേ. അപ്പൊ ഏതാണ് തെരഞ്ഞെടുക്കുന്നത്? ബിന്നി മാം പറഞ്ഞ പോലെ ലക്കി നമ്പർ 14 മീനാക്ഷി മെഡൽ ഉണ്ട് കയ്യില്. അപ്പൊ മെഡൽ അച്ഛനെ കൊണ്ട് അതെ, അച്ഛൻ തന്നെയാണ് അണിയിക്കേണ്ടത്. അങ്ങനെ അച്ഛൻ മകൾക്ക് മെഡൽ അണിയിച്ച് ഇതാ മ്യൂസിക്കൽ വൈഫിന്റെ ഈ സംഗീത യാത്രയ്ക്ക് വെൽക്കം. താങ്ക് യു സോ മച്ച്. കൺഗ്രാറ്റുലേഷൻസ് ശിവാനി, താങ്ക് യു സോ മച്ച്. അവിടെ നോക്കിയേ, ഇനി വെറും 4 സീറ്റുകൾ മാത്രമാണ് ഒഴിവായി കിടക്കുന്നത്. അതെ, ആരായിരിക്കും ആ ഹോട്ട് സീറ്റിൽ കയറി ഇരിക്കാൻ പോകുന്നത്? ഹോട്ട് സീറ്റ് നീ ഇതിന് അനാവശ്യ പേരൊക്കെ ഇടുന്നത്? ഹോട്ട് സീറ്റ് അതല്ല, ഒരു പഞ്ച് സീറ്റ് അല്ലേ? പഞ്ച് നമ്പർ, ലക്കി നമ്പർ ഉള്ള സീറ്റ്. അതിന് നമുക്ക് ഹലോ 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 അതെ അതെ, ഒരു മിനിറ്റ്. ദൈവമേ, ഇത് എങ്ങോട്ട്? എന്താണ് നല്ല ഇടി കൊടുക്കും. നിങ്ങളുടെ ഇടയ്ക്ക് കയറി വരണോ? ആൾക്കാരുണ്ട് കേട്ടോ. അത് കണ്ടസ്റ്റന്റ് ഇരിക്കുന്ന സ്ഥലമാ. ആ പുള്ളിയൊക്കെ ഇനി എപ്പോഴും എതിരെന്നൊന്നും ഇവിടെ ഇരിക്കാൻ നീളം പോകാൻ പറ്റില്ല, കുറുക്കാൻ പോകാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്താണ് ഈ പറയുന്നത്? സുമയ്ക്ക് ഒരു അവസരം കൊടുക്കാന്ന് പറഞ്ഞ് സീറ്റ് പിടിക്കാൻ വേണ്ടിയാണ് ഞാൻ വന്നത്. നിങ്ങളെ കസാര, നിങ്ങളെ ചെയർ എനിക്ക് വേണ്ട. ഞാൻ കൊണ്ടുവന്നു, അതിന് കുഴപ്പമെന്താ? ചേട്ടാ, അത് അവിടെ അല്ല. ചേട്ടൻ വാ, ഞാൻ പറയട്ടെ. അവിടെ അല്ല, വേറെ സ്ഥലത്ത് വന്നേ. ആ കസാര എടുത്ത് ഇങ്ങ് വന്നേ. അവരുടെയൊക്കെ വേണ്ട വേണ്ട, അധികം കളിച്ചിരിയൊന്നും അവിടെ വേണ്ട. എന്റെ ഭാര്യയും കൂടെ വന്നാ കിടക്കും. സുമ കേട്ടിട്ടുണ്ടോ? സുമ അടിപൊളിയാണ്, പരിചയപ്പെടാൻ പറ്റിയ ആളാണ്. വന്നു കഴിഞ്ഞാൽ അടുത്ത് തന്നെ ഇരുത്തണം. ഞങ്ങളെ നാട്ടിലെ 6 കുടുംബത്തെ ഇല്ലാതാക്കിയാണ്.
അതെ, ഞങ്ങള് എൻ്റെ വീടിൻ്റെ അങ്ങോട്ട് കയറി പോകുന്നവിടെ കല്യാണം കഴിക്കുന്നതിന് മുമ്പ് ഒരു പാലം ഉണ്ടായിരുന്നു, തോടിലൊരു പാലം ഉണ്ടായിരുന്നു. അവളെ കൊണ്ടുവന്നതിന് ശേഷം പാലം എടുത്ത് ഞാൻ മാറ്റി. ഇപ്പൊ അവളെ നാക്കെടുത്തിട്ടിട്ട് അതിൽ ചവിട്ടിയാ ഞാൻ വീട്ടിൽ കയറുന്നത്. അത്ര മര്യാദ. ചേട്ടാ കോട്ടിട്ടുണ്ടെന്നുള്ളട്ടോ, ഞാൻ ഭയങ്കര ലോക്കലാ. ചേട്ടാ ഒന്നിങ്ങോട്ട് വന്നേ, അവിടെ ഒന്ന് അലമ്പാണ്ട്. നിങ്ങൾ സംസാരിക്കാം. ചേട്ടാ ഞങ്ങളാണ് ഇവിടെ സംസാരിക്കേണ്ടത്. അതെയോ എന്താ സുമ, ഞാൻ ഇവിടെ നിന്ന് കസേര പിടിച്ചിട്ടേക്കല്ലേ, ചേറ് പിടിച്ചിട്ടേക്കല്ലേ, പെട്ടെന്ന് വരാൻ നോക്ക്. ചേറ് പിടിച്ചിട്ടേക്കല്ലെന്ന് വന്ന് ഇവിടെ ഇഷ്ടം പോലെ മത്സരാർത്ഥികൾ പാട്ടൊക്കെ പാടിയിട്ട് അങ്ങനെ നിൽക്കുകയാണ്. നീ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് മത്സരിച്ച് ട്രോഫി മാറ്റിട്ട് പൊക്കൂടെ? പെട്ടെന്ന് വാ. എന്താണത്? അനി എന്റെ ആകെ ഒരു മുണ്ടല്ലേ അവിടെ ഉള്ളൂ, അവിടെ ഇല്ലേ? അപ്പൊ ഞാൻ കൊടുത്തേക്കുന്ന തോന്നുന്നു ഇത് ബെഡ്ഷീറ്റ്. ബെഡ്ഷീറ്റ് അല്ല, അല്ല സുമേ, മാറിപ്പോയി എനിക്ക്. പെട്ടെന്ന് ഈ പരിപാടിയുടെ തിടുക്കത്തിൽ വന്നപ്പോഴേ ഞാൻ മാറിപ്പോയി. ഒരു കാര്യം ചെയ്യ്. ഇനിയിപ്പോ ഏതായാലും എനിക്ക് അങ്ങോട്ട് വരാനുള്ള സമയമില്ല. നീ ഒരു ബ്ലൗസും ഒരു ചെരുപ്പും കൊണ്ടുപോവാ. ഞാൻ മീശ എടുത്തിട്ട് നിന്റെ അനിയത്തിയിട്ട് ഇവിടെ ഇരിക്കാം. ശരി. അല്ല എന്താണ്? അതെ, കസേര എടുത്തോണ്ട് പുറത്തു പോ ചേട്ടാ. അല്ല കസേരല്ല, അവർ കിട്ടതുപോലെ ഒരു പിന്നെ അല്ല അവർക്ക് അല്ല ഓരോരുത്തർക്ക് ഒരു നമ്പർ ഉണ്ടല്ലോ, അതുപോലത്തെ ഒരു നമ്പർ ഞാനും ഇട്ടിട്ടുണ്ട്. എന്തോന്ന്? അതെ, ഇത് നിങ്ങളുടെ ലക്കി നമ്പർ, അത് ഫോൺ നമ്പർ. നമ്പർ എന്ന് പറഞ്ഞേ 90 6 100 108. അതെന്താ? അതായത് ഞാനൊരു 90 അടിച്ചോണ്ടിരുന്ന സമയത്ത് എന്റെ ഭാര്യയുടെ അച്ഛൻ വന്ന് എന്നെ അടിച്ചെടുത്ത് ആറ്റിയിട്ട് 6 അങ്ങനെ നാട്ടുകാർ വിചാരിച്ച് 100 വിളിച്ചപ്പോ പോലീസുകാർ വന്ന് എന്റെ അവസ്ഥ കണ്ടിട്ട് എന്നെ 108 കൊണ്ടുപോയി. അല്ലേ, ജീവിതത്തിന്റെ പാതയിലൂടെയാണ് ലക്കി നമ്പേഴ്സ് ഒക്കെ തെരഞ്ഞെടുത്തത്. അപ്പോഴേ എങ്ങനെയാണ് ഇപ്പൊ ഭാര്യ ഇപ്പൊ വരും? എങ്ങനെയാണ്? ഞങ്ങള് നേരത്തെ ഞാൻ വന്നിട്ട് പോയാ ഇത് ഞാൻ പറയണോണ്ടൊന്നും തോന്നുന്നില്ല, നല്ല വൈബായിട്ടാണ് നമ്മുടെ മ്യൂസിക്കൽ വൈഫ് ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുന്നത്. സീറ്റുകളിലൊക്കെ നേരത്തെ ഒരു കൊച്ചിന്റെ പാട്ട് കേട്ട് ഇന്ദു പുഷ്പം എന്നൊക്കെ. ഇന്ദു പുഷ്പം അതൊക്കെ അതെ, നമ്മുടെ വീട്ടിലെ സുമ ചേച്ചി പാടുന്ന പോലെ അല്ല അത്. ശരി, അപ്പൊ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, സുമ വന്നെങ്കിൽ നിനക്ക് വൈബായനെ, ഞാൻ വന്നപ്പോ നിനക്ക് വൈബല്ല. അങ്ങനെയല്ല ചേട്ടാ, മറ്റേ വൈഫിന്റെ ഷോ ആണല്ലോ. അപ്പൊ സുമ പറഞ്ഞു അല്ലേ? അതെ വരണം. അല്ലെങ്കിൽ കസേര എടുത്തോണ്ട് ഇവിടുന്ന് പോണം. സുമേ, നീ ഒരു കാര്യം ചെയ്യും, കൈ കിട്ടുന്ന ആടും പശുവൊക്കെ കള, തുണിയൊക്കെ പിന്നെ കഴിവാ. നീ ആദ്യം വരാൻ നോക്ക്. ഈ ട്രോഫി എടുത്തോണ്ട് പോയി കഴിഞ്ഞാല്. അതെ എന്താണ്? ഞാൻ ഇനി ഈ ഫ്ലോറിൽ കാല് കുത്തണമെങ്കിൽ അതെന്റെ സുമയേറ്റായിരിക്കും. മതി, സുമയായിട്ട് വന്ന കാല് കുത്താം, ഇല്ലേ കുത്താൻ സമ്മതിക്കത്തില്ല. സുമ എന്ന് പറഞ്ഞൊരു വ്യക്തി ഉണ്ടോ ചേട്ടന്റെ കൂടെ? ഈ കസേര ഞാൻ അവിടെ ഇടുകയും ചെയ്യും, അവളവിടെ ഇരുത്തുകയും ചെയ്യും. അല്ല ചേട്ടാ, വരുമ്പോഴുള്ള കാര്യമില്ല, നമുക്കത് അപ്പൊ നോക്കാം. ചേട്ടാ ഇപ്പൊ തൽക്കാലം ചെല്ല്, ഞങ്ങൾ എവിടെയെങ്കിലും എത്തിച്ചോട്ടെ. പിന്നെ വേറൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുണ്ട്. എന്താ സാറേ? വെറുതെ സുമ എന്ന് പറഞ്ഞ ആരെങ്കിലും വിളിച്ചോണ്ടെന്നാ ഞങ്ങൾ സമ്മതിക്കില്ല. മാരേജ് സർട്ടിഫിക്കറ്റോ അങ്ങനെ എന്തെങ്കിലും പ്രൂഫ് എന്തെങ്കിലും വേണ്ടി വരും. നിനക്ക് എത്ര സർട്ടിഫിക്കറ്റ് വേണം? എന്റെ സുമയെ കണ്ടു നോക്കാം. അവസാനം പിന്നെ എന്റെ സുമ നീ എനിക്ക് തരണം, അത്ര എനിക്ക് പറയാം. ശരി ചെല്ലു ചേട്ടാ. സാറേ ഇടയ്ക്കിടയ്ക്ക് വന്നിട്ട് പോണു, എന്റെ ഭാര്യക്ക് ഒരു അവസരത്തിന് വേണ്ടിയാണ്. സാറ് കൂടെ കാണാൻ ഞങ്ങൾക്ക് കൊതിയാവുന്നു. എവിടെ സുമ? ഭാര്യയെ കാണുന്നില്ലല്ലോ ചഞ്ചലേട്ടാ. അല്ല, അത് ഞാൻ കൊണ്ടുവരാം, ഒരു സർപ്രൈസ് ആണത്. അതെയാ? ചഞ്ചലേട്ടാ, അടിപ്പാവടെ ഒന്ന് താഴ്ത്തിട്ട് പോ. അടിപ്പാവടെ ആർക്കും പെട്ടെന്നുള്ള തിടുക്കത്തിന് വന്നു. ചേരുന്നുണ്ട്. അത് ഞാൻ ഇനി ചെല്ലണം, ഇനി സുമയ്ക്ക് എവിടെയെങ്കിലും പോകാൻ. ശരി, ഓക്കെ, സന്തോഷം. എനിക്ക് വയ്യ, ഓരോരുത്തർ വരുന്ന വൈബ് വല്ലാതെ കൂടുന്നു. അതെ, അപ്പൊ ഇതേ സന്തോഷത്തില് ഇതേ വൈബില് നമുക്ക് അടുത്ത കണ്ടസ്റ്റന്റ്, നമ്മുടെ അടുത്ത വീട്ടമ്മയെ നമുക്ക് വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. കണ്ടസ്റ്റന്റ് ലാ 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 ഹാ ഹാ മന്ത്രം ലാ 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 വിഷു പക്ഷി പോലെ
പേര് പറഞ്ഞു. പേര് രമ്യ അജിത്. രമ്യ. ഞാൻ വരുന്നത് കാസർഗോഡ് ജില്ലയിൽ നിന്നാണ്. കാസർഗോഡ് ജില്ലയിൽ നിന്നാണ്. എന്താണ് വർക്ക് ചെയ്യുന്നത്? ടീച്ചറാണ്. ടീച്ചറാണ്. ഏത് സബ്ജക്ട്? മാത്സ്. അതെ. രമ്യ നന്നായിട്ട് പാടി കേട്ടോ. താങ്ക് യു സർ. അതുകൊണ്ടാണ് മുഴുവൻ പാടിക്കാഞ്ഞത്. എന്നെ സംബന്ധിച്ചിടത്തോളം ഈ പാട്ട് കേൾക്കുമ്പോൾ ഞാൻ ഓർക്കുന്നത് ഒരു 40 കൊല്ലം മുമ്പത്തെ കഥയാണ്. അതെ. 85 റിലീസ് ചെയ്ത പടമാണ്. ഇപ്പോൾ 25. അന്ന് എനിക്കൊരു 15 വയസ്സൊക്കെ ഉണ്ടാവും. എങ്ങനെ? അത് പോട്ടെ, അത് പിന്നെ ഇത് എൻ്റെ ജീവിതത്തില് എനിക്ക് ഇത്തിരി ഒരു അത് ഞാൻ ഇവരെ നോക്കുമ്പോഴാണ് അതിന് പ്രസക്തിയുള്ളത്. ഞാൻ ഇവരെ പോലെ വയലിൻ വായിച്ച് പറന്ന് വയലിൻ വായിച്ച് നടന്നിരുന്ന ഒരു കാലമാണത്. അപ്പൊ ആ കാലത്ത് ആദ്യമായിട്ട് പടം ചെയ്തു. എനിക്ക് അങ്ങനെ വലിയ ത്രില്ലൊന്നും ഇല്ല കേട്ടോ പടം ചെയ്ത്. കാരണം ഫുൾ ടൈം ഇത് റെക്കോർഡിങ് കഴിഞ്ഞ അന്ന് ഉച്ചയ്ക്ക് ഞാൻ വയലിൻ വായിക്കാൻ പോയി ഇളയരാജയുടെ അടുത്തേക്ക് റെക്കോർഡിങ്ങിന്. കാലത്ത് റെക്കോർഡിങ് 7 to 1 കോൾ ഷീറ്റ്. അന്നൊക്കെ അങ്ങനെ 7 to 1, 2 to 9. പക്ഷേ ഇതിനൊരു പ്രത്യേകത ഉണ്ടായിരുന്നു. ഇത് ഞായറാഴ്ചയാണ്. അപ്പം ഞായറാഴ്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ ആരും റെക്കോർഡിങ് വെക്കില്ല. കാരണം 1.5 പേയ്മെൻറ്റ് കൊടുക്കണം മ്യൂസീഷ്യൻസിന്. അപ്പം എൻ്റെ ആദ്യ ഗാനം റെക്കോർഡ് ചെയ്തതാണ്. ഞാൻ കമ്പോസ് ചെയ്തത് ഇതിൽ തന്നെ നീയൻ സർഗ സൗന്ദര്യമാണ്. പക്ഷെ റെക്കോർഡ് ചെയ്തത് ഇതാണ്. അപ്പം അത് അന്ന് ഞായറാഴ്ച ഏറ്റവും നല്ല സമയമാണെന്ന് കണ്ടുപിടിച്ചു. അന്ന് റെക്കോർഡിങ് വെച്ചു. അപ്പം എനിക്ക് എൻ്റെ സുഹൃത്തുക്കളുടെ അടുത്തൊക്കെ സ്വയം ഒരു അഭിമാനം തോന്നി. അവർക്ക് ഒരു പേയ്മെന്റ്, ഒരു കോൾ ഷീറ്റ് കിട്ടേണ്ടടുത്ത് 1.5 കോൾ ഷീറ്റ് എനിക്ക് വാങ്ങിച്ചു കൊടുക്കാൻ പറ്റിയ ഒരു സന്തോഷം ഞാനിപ്പോൾ ആലോചിക്കുകയായിരുന്നു ഈ പാട്ട് കേട്ടപ്പോൾ. ഓക്കെ, അപ്പൊ എന്തായാലും നമ്മുടെ റിസൾട്ട് റിസൾട്ട് അറിഞ്ഞു. ഓൾറെഡി സെലക്ടഡ് ആണ്. അതെ, എനിക്കിപ്പോൾ അത് ഇതായിട്ടില്ല. അപ്പൊ എന്തായാലും ഇനി നമുക്ക് നമ്മളുടെ മുന്നോട്ടേക്കുള്ള യാത്രയിൽ ഒരു പെർമനന്റ് സീറ്റ് നമുക്ക് വേണം. ആ സീറ്റിൽ ഒരു നമ്പർ ഉണ്ട്. ഏത്? 20. അപ്പൊ മെഡൽ എത്തിയിട്ടുണ്ട്. ഇനി മെഡൽ അണിയിക്കേണ്ട ആളെ നമുക്ക് വിളിക്കണ്ടേ? ആരാ? ഹസ്ബൻഡ്. ആഹാ, വിളിച്ചോ. പേര്? അജിത്ത്. അജിത്ത്. അജിത്തേട്ടനും ടെൻഷൻ അടിച്ചിട്ടാണെന്ന് തോന്നുന്നു. ചെറുതായിട്ടുണ്ട്. ഓക്കെ, ആ നടത്തത്തിലുണ്ട്. കാലുകൾ പതറുന്നു. ഓക്കെ, അപ്പൊ അജിത്തേട്ടൻ എന്താ ചെയ്യുന്നേ? ഞാന് ഒരു സിംഗറാണ്, പിന്നെ ഓഡിയോ എഞ്ചിനീയർ ആണ്. വെരി ഗുഡ്. ഇനിതാ മെഡൽ അണിയിച്ചു കൊടുക്കണം. ആ ചടങ്ങിലേക്ക് വൈഫിലേക്ക് സ്വാഗതം ചെയ്തോളൂ. താങ്ക് യു സോ മച്ച്. താങ്ക് യു. അപ്പൊ വെൽക്കം ടു മ്യൂസിക്കൽ വൈഫ്. താങ്ക് യു സോ മച്ച് ആൻഡ് കൺഗ്രാറ്റുലേഷൻ. താങ്ക് യു. ഏറെ സ്നേഹത്തോടെ ഞാൻ നമ്മുടെ അടുത്ത വീട്ടമ്മ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു.
ഇത് പൊട്ടാതെ വന്നപ്പോ ഒരു ചെറിയ ടെൻഷൻ വന്നോ കുറച്ച് ലേറ്റ് ആയപ്പോ? ആ മുകളിലേക്ക് നോക്കണ്ടായിരുന്നു. എന്താ പൊട്ടാത്ത? ഏതും പൊട്ടുന്നില്ല, അവിടെയും പ്രത്യേകിച്ച് ആക്ഷൻ ഒന്നും കാണുന്നില്ല. അപ്പൊ ഹാപ്പി ആയല്ലോ? എനിക്ക് പ്രവീണനെ കാണുമ്പോ ഒരു പാട്ട് പാടാൻ തോന്നുന്നുണ്ട്. ആഹാ, പാടു പാടു. അഴലിന്റെ യാഴങ്ങളിൽ അവൾ മാഞ്ഞു പോയി, നോവിന്റെ തീരങ്ങളിൽ ഞാൻ മാത്രമാ, ഇരുൾ ജീവനെ പൊതിഞ്ഞ് ചിതൽ പ്രാണനിൽ മേഞ്ഞ് കിതയ്ക്കുന്നു നീ ശ്വാസമേ. ഇനി എന്ത് വേണോ? കണ്ടോ, നിങ്ങൾക്ക് ആർക്കും സാറ് പാടിയില്ല. അതെ. അല്ല ഞാൻ അവർക്ക് പാടിയതല്ല, എനിക്ക് പെട്ടെന്ന് സമ്പ്രദായന ഓർമ്മ വന്നിട്ട് ഞാൻ പാടില്ല. സ്ഥലം എവിടെയാണ്? സ്ഥലം കാലടി. കാലടിയിലാണ് ഞങ്ങൾ താമസിക്കുന്നത്. ഓക്കെ ഓക്കെ, ശരി. അപ്പൊ വീട്ടിൽ ആരൊക്കെ ഉണ്ട്? വീട്ടിലെ അച്ഛനമ്മ, പിന്നെ ഹസ്ബൻഡും മോളും. ഹസ്ബൻഡ്, മോള്. മോൾക്ക് എത്ര വയസ്സുണ്ട്? മോൾക്ക് 4 വയസ്സ്. 4 വയസ്സ്. ഓക്കെ. അപ്പൊ എന്തായാലും സെലക്ട് ആയിരിക്കുകയാണ്. ഏതാണ് ലക്കി നമ്പർ? പെട്ടെന്ന് പറഞ്ഞു. എന്റെ ബർത്ത്ഡേ November 17th ആണ്. ആഹാ, അപ്പൊ 17 ചൂസ് ചെയ്യാം. ഓക്കെ. കൂടെ വന്നിരിക്കുന്നത് അമ്മയും ഹസ്ബൻഡും ആണ് വന്നിട്ടുള്ളത്. ഓക്കെ. രണ്ടുപേരും ഒരുമിച്ച് നമുക്ക് ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. രണ്ടുപേരും ഒരുമിച്ച് തന്നെ മെഡൽ ഇടട്ടെ. ഓക്കെ. ഇത് ഹസ്ബൻഡിന്റെ അമ്മയാണ് ശരിക്കും, പക്ഷെ എന്റെ അമ്മയാണ്. അടിപൊളി അടിപൊളി. അടിപൊളി. ഓക്കെ. ഹസ്ബൻഡിന്റെ പേരെന്താണ്? ദീപു എന്നാണ്. ദീപു. എന്താ ചെയ്യുന്നത്? ഞാൻ HR മാനേജറായിട്ട് വർക്ക് ചെയ്യാം. ഓക്കെ. അപ്പൊ ഹസ്ബൻഡിന്റെ അമ്മയാണ്, പക്ഷെ എന്റെ അമ്മയാണ്. അപ്പൊ ആ അമ്മയെ കൊണ്ട് തന്നെ നമുക്ക് ഈ മെഡൽ അണിയിക്കാം. ഓക്കെ. അണിയിച്ചോ. മെഡൽ അണിയിച്ച് മ്യൂസിക്കൽ വൈബിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അപ്പൊ 17 നമ്മുടെ ലക്കി നമ്പർ. ഓക്കെ, വെൽക്കം. ഇനി ഫ്യൂ കണ്ടസ്റ്റന്റ്സ് മാത്രമേ നമുക്ക് ബാക്കിയുള്ളൂ. അടുത്ത കണ്ടസ്റ്റന്റ് നമുക്ക് വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. ഏറെ സ്നേഹത്തോടെ നമ്മുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട വീട്ടമ്മ നമ്മുടെ അടുത്ത കണ്ടസ്റ്റന്റ്. നല്ലൊരു കൈയ്യടി കൊടുക്കാം. അസ്തമന കടലിനകലെ അകലെ അകലെ അജ്ഞാത ദ്വീപിലെ അരയന്നങ്ങളെ തിരമാലകളെ ആരുദൂതിനയച്ചു നിങ്ങളെ ആരുദൂതിനയച്ചു
പേര് പറഞ്ഞോളൂ. പേര് നമ്മളോട്. പറയാം. അതെ, ആ ടെൻഷൻ മാറട്ടെ. നിസരി സോളമൻ. നിസരി. 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 പേരിൽ തന്നെ ഉണ്ട്. അതെ, വെറുതെ അല്ല. പേരിൽ തന്നെ ഉണ്ട് സംഗീതം. നിസരി. നിസരി. നിസരിയുടെ വീട്ടില് സരിക എന്ന പേരുള്ള ആരെങ്കിലും ഉണ്ടോ? സരി സരി അനിയത്തി. സരി ഗായിക. ആ. ഇപ്പോഴുള്ളവർക്കൊന്നും ഇത്രയും വോയിസിന് എസ്പെഷ്യലി ഫീമെയിൽ ഇത്രയും പവർഫുൾ അല്ല. എന്തെങ്കിലും വോയിസ് കൾച്ചർ അങ്ങനെ ഇല്ല, ഞാൻ മ്യൂസിക് പഠിച്ചിട്ടും കൂടിയില്ല. പഠിച്ചിട്ടില്ല. അപ്പൊ നിങ്ങളുടെ കുടുംബത്തിൽ നിന്ന് എങ്ങനെയോ ഹെറിഡിറ്ററി ഇല്ല. ആയിട്ട് പപ്പ പാടും. ആ പപ്പ പാടും. നിസരിക്ക് വേറെ എന്തോ ഒരു Blessing. ഭയങ്കരമായിട്ടുണ്ട്. നിസരി വർക്ക് ചെയ്യുന്നുണ്ടോ? ഇല്ല, ഞാൻ വർക്ക് ചെയ്യുന്നില്ല. പിന്നെ ഞാൻ പാലിയേറ്റീവ് അങ്ങനെ പാടുന്നുണ്ട് കോഴിക്കോട്. പാലിയേറ്റീവ് കെയർ. പാലിയേറ്റീവ് കെയർ, അതായത് ഞങ്ങളുടെ ഒരു ഗ്രൂപ്പുണ്ട്, സംഗീതമേ ജീവിതം എന്നാണ് പേര്. അപ്പം അതിൽ ഞങ്ങളുടെ ഇങ്ങനെ രോഗികളായിട്ടുള്ള ആളുകൾ അങ്ങനെ പാടുന്നുണ്ട്. അവർക്ക് വേണ്ടി അവർക്ക് വേണ്ടി പാടുന്നുണ്ട്. വലിയ പുണ്യം അതാണ് ചെയ്യുന്ന ആളാണ്. അതാണ് ആ ബ്ലെസ്സിങ്. That is the blessing. അതാണ് ആ ബ്ലെസ്സിങ്. ഇതിൽ ഒരു പ്രത്യേകത പറയട്ടെ. വോയിസില് സർ. സാധാരണ ഇങ്ങനെ വേദിയിൽ ഇങ്ങനെ അധികം പരിചയമില്ലാതെ വേദിയിൽ പുതിയതായിട്ട് ഇങ്ങനത്തെ റിയാലിറ്റി ഷോയിലൊക്കെ വന്ന് പാടുമ്പോൾ ആദ്യത്തെ പാട്ട് പാടുമ്പോൾ അവിടെ ഇവിടെയൊക്കെ കേൾക്കാതെ പോകും. ശബ്ദത്തിൻ്റെ ഡെപ്ത് കുറഞ്ഞു കൂടിയൊക്കെ ഇരിക്കും. അഡ്ജസ്റ്റ് ചെയ്ത് നല്ല മൈക്രോഫോൺ ആണെങ്കിലും നമുക്ക്, പക്ഷെ ഇത് തുടക്കം തൊട്ടിങ്ങനെ കളഞ്ഞ് താങ്ക് യു സോ മച്ച്. എവറി എക്സ്പ്രഷൻ മൈന്യൂട്ടായിട്ട് കൊടുക്കുന്നത് ഡീറ്റെയിൽഡായിട്ട് ഞങ്ങൾക്ക് ആസ്വദിക്കാൻ പറ്റി. പല്ലവി കേൾക്കുമ്പോഴേ ഇത് അടിക്കണമെന്ന് വിചാരിച്ചാ. അതെ. കാരണം ആ ഞങ്ങൾ പല്ലവി കേൾക്കാൻ കേൾക്കാൻ വേണ്ടി ഇരുന്നതാ. അപ്പൊ ഇനി നിസരിയുടെ പാട്ട് കുറെ കേൾക്കാൻ വളരെ സന്തോഷം എല്ലാവരുടെയും കേട്ടോ. പക്ഷെ the most promising performance. താങ്ക് യു സോ മച്ച്. ഇത് എന്തൊക്കെയാ കേൾക്കുന്നേ? തുടക്കം തന്നെ വൻ പെർഫോമൻസ് impression ആണ്. കഴിഞ്ഞിട്ടുള്ളൂ. നിങ്ങൾ രണ്ടുപേരും മാത്രമേ ഉള്ളൂ? അതായത് സരി നിസരി സരീഷ് സരീഷ് നിസരി. ഞാൻ വിചാരിച്ചു ധനി സരി ഉണ്ടോന്ന്. ഏതാണ് ലക്കി നമ്പർ? 15. 15. ഓക്കെ, എന്തുകൊണ്ടാണ് 15? വേറെ നമ്പർ ഇല്ലാത്ത. I think luck is not what you need. ഇല്ല, and ഇന്ത്യ what you അല്ലല്ല, don't അത് want. വളരെ എന്തെന്നാ അതെ. ദേശഭക്തിയുള്ള ആളാണ്. അതുകൊണ്ടാണ് 15 തരുന്നത്. സാറേ അത് കൊള്ളായിരുന്നു സർ, നന്നായിരുന്നു അത്. ആരൊക്കെയാണ് കൂടെ വന്നിരിക്കുന്നത്? ഹസ്ബൻഡും അനിയത്തിയും അനിയത്തിയുടെ ഹസ്ബൻഡും. അപ്പോ ഹസ്ബൻഡ് ചേട്ടന്റെ പേരെന്താണ്? അപ്പൊ ശിവ ചേട്ടാ, അപ്പൊ നിസരിക്ക് വേണ്ടി നിസരിയുടെ ഈ മത്സരത്തിന്റെ ആരംഭമാണ്. അപ്പൊ മെഡൽ അണിയിച്ച് നമ്മുടെ ഈ ഷോയിലേക്ക് വെൽക്കം ചെയ്തോളൂ. താങ്ക് യു സോ മച്ച്. അപ്പോ വെൽക്കം ടു മ്യൂസിക്കൽ വൈബ്. നിസരി, താങ്ക് യു സോ മച്ച് ആൻഡ് കൺഗ്രാറ്റുലേഷൻസ്. കൺഗ്രാറ്റ്സ്. താങ്ക് യു. താങ്ക് യു. അപ്പൊ നമുക്ക് എന്തായാലും ഇനി അടുത്ത കണ്ടസ്റ്റന്റിനെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. നമ്മൾ എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. നമ്മുടെ നെക്സ്റ്റ് കണ്ടസ്റ്റന്റ് ഓൺ ടു ദി സ്റ്റേജ്. ഈശായ നമഃ ഉമേശായ നമഃ ഗൗരീശായ നമഃ പരമേശായ നമഃ ഭുവനേശായ നമോ നമഃ. ഓം അറിവിൻ നിലാവേ മറയുന്നുവോ നീ സ്മൃതി നിലാവിൻ കണിക തേടി രജനീഗന്ധി തിരുമുന്നിൽ നിൽപ്പൂ
ശാന്തിനി നല്ല സ്റ്റാർട്ട് ആയിരുന്നു, ഒരു രവേട്ടൻ്റെ നല്ല പാട്ട്. പക്ഷെ അത് സംതിങ് ബ്രെത്തിന് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ? ബ്രെത്ത് പലയിടത്തും ബ്രെത്ത് കുറയുമ്പോൾ ഉണ്ടാകുന്ന ലാൻഡിങ്ങുകളൊക്കെ ഇങ്ങനെ, അത് പിന്നീട് ഒരു പ്രയോഗമുണ്ട്, KKPP. അതായത് ഒരു ഷുവർട്ടി ആ പാടുന്നതിലേക്ക് കിട്ടുന്നില്ല. യു ആർ ട്രൈങ് യുവർ ലെവൽ ബെസ്റ്റ്, നന്നായിട്ട് പാടുന്നുണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ, പക്ഷെ ഒരുപാട് സ്ട്രെയിൻഡ് ആയിട്ട് വരുന്നുണ്ട്. ഇങ്ങനെ എത്തിച്ച് പിടിക്കാൻ അവിടേക്ക് എത്തുന്നുണ്ട്, പക്ഷെ അത് എത്തിച്ച് പിടിച്ച് ഇത്തിരി വലിയുന്നുണ്ട്. അതെ, ഒരു ലൈൻ നമ്മൾ പാടി കഴിയുമ്പോൾ നമുക്ക് മനസ്സിലായി ആ ലൈനിലെ തന്നെ ആദ്യത്തെ ഒരു വേർഡ് അടുത്ത വേർഡ് മങ്ങുന്നു, അടുത്ത വേർഡ് എന്താണെന്ന് ക്ലിയർ ആവുന്നില്ല. അതിന്റെ അടുത്ത വേർഡ് ഓള് നന്നായിട്ട് പാടുന്നുണ്ട്, അതിന്റെ അടുത്ത ഇത് ഒരു ലൈനിൽ തന്നെ 2-3, അതായത് വോയിസ് ലെവൽ ഉണ്ടല്ലോ, തുടങ്ങി അത് അങ്ങനെ കീപ്പ് ചെയ്ത് പോകുന്നത്. നന്നായി പാടുന്നുണ്ട്, നല്ല സംഗീതം, നല്ല സംഗതികളൊക്കെ സൂപ്പറായിട്ട് പാടുന്നതെന്ന് അറിയാം, എവിടേക്കാ എത്തണ്ടേ എല്ലാം അറിയാം. പക്ഷെ ഉത്തരത്തിൽ ടച്ച് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്, എത്തിച്ചു തൊടുന്നുണ്ട്, നമുക്ക് അവിടെ എത്തിക്കാണ്ട് തൊടാൻ പറ്റണം. ഹോൾഡൊന്നുമില്ലല്ലോ. ആ, അപ്പൊ അത് കുറച്ചുകൂടെ ഹൈ പിച്ചും ഇതെല്ലാം ശാന്തിനിക്ക് അത് ബോധ്യപ്പെടുന്നുണ്ടോ? ഇത്തിരി കഷ്ടിച്ച് ഇങ്ങനെ നമ്മളത് നേടിയെടുക്കുന്നത്, അത് പാടില്ല. അത് പുഷ്പം പോലെ പുല്ല് പോലെ വന്നാലാണ് പാട്ട് ഞങ്ങൾക്ക് ആസ്വദിക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ഞങ്ങൾ ഈ സ്ട്രെയിൻ കണ്ടിട്ട് അയ്യോ പോകുമോ, ഇപ്പൊ മിസ്സാകും എന്നുള്ള ഒരു ടെൻഷനൊക്കെ വരും. കുറച്ച് വേണമെങ്കിൽ ശ്രുതിയൊക്കെ കുറച്ച് പാടാട്ടോ, അങ്ങനെ ഇതൊന്നും ഇല്ല, അതേ ശ്രുതിക്ക് പാടണമെന്നില്ല. ആ സെയിം ശ്രുതിയാണോ? ഒറിജിനൽ അത് കുറച്ച് ഒരു അരക്കട്ട. എല്ലാവരുടെയും വോയിസ് ത്രോട്ട് ഒരേപോലെ ആയിക്കൊള്ളണമെന്നില്ല ശാന്തിനി. സൗകര്യമുള്ള പിച്ചിൽ പാടിയാൽ മതി. പക്ഷെ പാടുമ്പോ വൃത്തിക്ക് ആ സംഗതികൾ വരണം എന്നാണ് സാർ പറഞ്ഞത്. ഒന്നാമത് അത്രയും ഹാർഡായിട്ടുള്ള ഒരു സോങ് അല്ലേ, വളരെ ടഫായിട്ടുള്ള സോങ് ആണ്. ടഫ് സോങ്. പക്ഷെ പാടാൻ കഴിവുള്ള കുട്ടിയാണ്, അതുകൊണ്ട് നമുക്ക് വെയിറ്റിംഗ് ലിസ്റ്റിൽ. ഇതിന്റെ അർത്ഥം ഔട്ട് എന്നല്ല, യു പ്ലീസ് വെയിറ്റ്. നമ്മള് അടുത്ത ആൾക്കാരുടെയും കൂടെ അത് കേട്ടിട്ട് പറയാം കേട്ടാ. ടോപ്പ് പ്രയോറിറ്റി ആണ്, ഒട്ടും വിഷമിക്കേണ്ട കാര്യമില്ല കേട്ടോ. നമുക്ക് ഇനിയും ഹോപ്പ് ഉണ്ട് മുന്നോട്ടേക്ക്. ഓക്കെ, കൂടെ ഹസ്ബൻഡും ബ്രദറും ഉണ്ട്. ഹസ്ബൻഡ് ബ്രദർ കയ്യിൽ കാണിക്കും. ബ്രദർ ആരാണ്? ഹസ്ബൻഡ്. താങ്ക് യു സോ മച്ച്. നമ്മൾ എന്തായാലും എന്താണ് ഡിസിഷൻ എന്നുള്ളത് എത്രയും പെട്ടെന്ന് അറിയിക്കാം കേട്ടോ. ഓക്കെ, താങ്ക് യു സോ മച്ച്. ശാന്തിനി പ്ലീസ് വെയിറ്റ്. ഇപ്പോഴല്ല, അവിടെ പോയിട്ട് വെയിറ്റ് ചെയ്യാം. നമുക്ക് ഏറെ സ്നേഹത്തോടെ നമ്മുടെ നെക്സ്റ്റ് കണ്ടസ്റ്റന്റിനെ സ്വാഗതം ചെയ്യാം. കണ്ണോട് കണ്ണോരം നോക്കിയിരുന്നാലും, കണ്ണോട് കണ്ണോരം നോക്കിയിരുന്നാലും, കാണാമറയത്ത് ഒളിച്ചാലും, കണ്ണിനും കണ്ണായൊരുൾ കണ്ണിൻ തുമ്പത്ത്, കണ്ണിനും കണ്ണായൊരുൾ കണ്ണിൻ തുമ്പത്ത്
എന്താണ് പേര്? അശ്വിനി. അശ്വിനി. ഓക്കെ, നാട് എവിടെയാണ്? കണ്ണൂര്. കണ്ണൂരാണ്. കണ്ണൂര്. എന്താ വർക്ക് ചെയ്യുന്നുണ്ടോ? ഞാൻ ടീച്ചറാണ്. ടീച്ചറാണ്. മ്യൂസിക് ആണോ അതോ? അല്ല LPST ആണ്, ലോവർ പ്രൈമറി. ലോവർ പ്രൈമറി. കുഞ്ഞു മക്കൾക്കാണ്. അതെ. ഓക്കെ, ശരി. അപ്പൊ സംഭവം മനസ്സിലായി എനിക്ക്. ആ. കൊച്ചുകുട്ടികൾ പാടുന്ന പോലെയാണല്ലോ പാടുന്നത്. കണ്ണോട് ആ എക്സ്പ്രഷൻസ് ഒക്കെ നമുക്ക് ഫീൽ ചെയ്യുന്നത് ഒരു കൊച്ചുകുട്ടികളോട് പാടി കൊടുക്കുന്ന പോലെയാണ് പാടുന്നത്. അത് പ്രൊഫഷൻ അതായതുകൊണ്ടായിരിക്കാം അതങ്ങനെ ബാധിച്ചു. ആണോ? അത്യാവശ്യം. അതുകൊണ്ട് പാട്ടിലും സംസാരമാണല്ലോ, അതിന് ചെറിയ സംഗീതം വരുന്നല്ലേ ഉള്ളൂ. ആ ഉച്ചാരണമൊക്കെ കൊച്ചുകുട്ടികളോട് ഇങ്ങനെ പറഞ്ഞ് പാടി കൊടുക്കുന്ന, കഥ പറഞ്ഞു കൊടുക്കുന്ന പോലെയുള്ള ഒരു ഭാവം. പക്ഷേ നല്ല ഫീലാണ്, താങ്ക് യു സർ. നല്ല ഫീലുണ്ട്. കുട്ടികളുടെ കൂടെ ഇടപഴകുന്നതുകൊണ്ട് നമുക്ക് എപ്പോഴും നമ്മളും നിഷ്കളങ്കരായിരിക്കുന്നു. തീർച്ചയായിട്ടും. നിഷ്കളങ്കത്വം തുളുമ്പുന്ന ഒരു ഫീല് ത്രൂ ഔട്ട് ഉണ്ടായിരുന്നു. താങ്ക് യു സർ. പക്ഷെ ഇവിടെ മറ്റൊരു ചെറിയ തടസ്സമെന്നു പറയുന്നത് കുറച്ച് സംഗതികൾ വരുന്നുണ്ട്. സംഗതികൾ അങ്ങോട്ട് ക്ലാരിറ്റിയിലേക്ക് അങ്ങോട്ട് എത്തുന്നില്ല. വായിപ്പിച്ചു പോകുമ്പോ നല്ല ക്ലാരിറ്റി. നല്ല ക്ലാരിറ്റി. അതിന് വരണ ആ സംഗതി അങ്ങ് ക്ലാരിറ്റി ആവുന്നില്ല. സംഗതികളുടെ ഒരു ക്ലാരിറ്റി കുറവുണ്ട്. അപ്പൊ എന്ത് നമ്മള് ചെയ്യും? ടോപ്പ് പ്രയോറിറ്റി. yes. പ്രയോറിറ്റി Top- വെയിറ്റിംഗ് ലിസ്റ്റിൽ വെക്കണം. കൂടെ ആരാണുള്ളത്? കൂടെ ഹസ്ബൻഡ്, മോനുണ്ട്, അമ്മയുണ്ട്. അപ്പൊ ടോപ്പ് പ്രയോറിറ്റി ആണ് അതെ. വെയിറ്റിംഗ് ലിസ്റ്റ്. അപ്പൊ എന്തായാലും നമ്മൾ ഔട്ടല്ല, നമ്മൾ കാത്തിരിക്കേണ്ടി വരും കേട്ടോ. ഒട്ടും വിഷമിക്കണ്ട. ഓൾ ദി Okay? ബെസ്റ്റ്. All the best. എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഒരു ആഗ്രഹമായിരുന്നു ഇങ്ങനെ ഒരു ഫ്ലോറിൽ പാടുക എന്നുള്ളത്. എൻ്റെ അച്ഛൻ്റെ ഏറ്റവും വലിയൊരു സ്വപ്നമായിരുന്നു ഞാനിങ്ങനെ പാടി കേൾക്കണത്. പക്ഷെ അത് കാണാനുള്ളൊരു ഭാഗ്യം എൻ്റെ അച്ഛന് ഉണ്ടായിരുന്നില്ല. അച്ഛൻ മരണപ്പെട്ടിട്ട് 1 വർഷം കഴിഞ്ഞതേ ഉള്ളൂ. ഇപ്പം ടോപ്പ് പ്രയോറിറ്റി ലിസ്റ്റിലാണ് ഞാൻ ഉൾപ്പെട്ടിട്ടുള്ളത്. എന്തായാലും കിട്ടും എന്ന് ചെറിയൊരു പ്രതീക്ഷ എന്നിലുണ്ട്. ഇനി നമ്മൾ നമ്മുടെ അടുത്ത കണ്ടസ്റ്റന്റിലേക്ക് കടക്കുകയാണ്. നമ്മുടെ മ്യൂസിക്കൽ വൈഫിന്റെ നെക്സ്റ്റ് കണ്ടസ്റ്റന്റിലേക്ക് കടക്കുന്നു. നല്ലൊരു കൈഡ് കൊടുക്കാം. ആ
നമ്മുടെ അടുത്ത കണ്ടസ്റ്റന്റ് പേര് പറഞ്ഞോളൂ. പാർവതി. വെറും പാർവതി? പാർവതി ആർജെ. ആർജെയോ? ആർജെ ഏത് റേഡിയോ ജോക്കി? അല്ല, അല്ലല്ല, വേറെ ആർജെ. വേറെ ആർജെ. പാർവതി നല്ല ഒത്തിരി ഡിഫിക്കൽട്ട് ആയിട്ടുള്ള പാട്ടാണ് എടുത്തത്. നന്നായിട്ട് പാടി. താങ്ക് യു സർ. പക്ഷേ ഇനിയും കുറച്ച് പേരും കൂടി പാടാനുണ്ട്. നമുക്കിവിടെ ആകെപ്പാടെ ഒരു ചെയറേ ഉള്ളൂ. അപ്പൊ നമ്മളിപ്പോ ഇങ്ങനെ ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ അതെന്താന്ന് വെച്ചാ എല്ലാവരും ഒന്നിനൊന്നും മികച്ചതായിട്ടാണ് പാടുന്നത്. തൽക്കാലം ഞങ്ങളുടെ ഒരു തീരുമാനം, ടോപ്പ് പ്രയോറിറ്റി വെയിറ്റിംഗ് ലിസ്റ്റ്. ഓക്കെ, അപ്പൊ എന്തായാലും പാർവതി, നമ്മുടെ ജഡ്ജസിനും തീരുമാനം കുറച്ച് ടഫാണ്. അവർക്ക് എല്ലാവരെയും ഞങ്ങളുടെ ആഗ്രഹം. എല്ലാവരും ഇന്നാക്കണം എന്നാണ് സത്യം. ഓൾ ദ ബെസ്റ്റ് പാർവതി. നമുക്ക് കാണാം ഇനി. താങ്ക് യു സോ മച്ച്. ഞാൻ ആദ്യമായിട്ടാണ് ഇത്രയും വലിയൊരു ഫ്ലോറിൽ ഒരു ഫുൾ ഓർക്കസ്ട്രയൊക്കെ ആയിട്ടൊരു പാട്ട് പാടുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു നല്ല എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു. എനിക്ക് ഒരു ചാൻസ് കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു. നമുക്കിനി അടുത്ത കണ്ടസ്റ്റന്റിനെ സ്വാഗതം ചെയ്യാൻ സമയമായിരിക്കാണ്. ഓവർ ടു ദ നെക്സ്റ്റ് കണ്ടസ്റ്റന്റ്. ah
പേരെന്താണ്? ശില്പ. ശില്പ. എവിടാണ് സ്ഥലം? എന്റെ സ്ഥലം വെള്ളല്ലൂർ. ആ. ഹസ്ബൻഡിന്റെ സ്ഥലം വെമ്പായം. ശരി, വീട്ടിൽ നിന്ന് ആരൊക്കെയാണ് വന്നിരിക്കുന്നത്? അമ്മ, മോള്. മകൾ. എന്താ അവരുടെ പേരൊക്കെ? മോളുടെ പേര് മേഘ്ന, അമ്മ താര. താര. ശില്പ എന്തെങ്കിലും ത്രോട്ട് ഇതുണ്ടോ? അടഞ്ഞോ എന്തോ അറിയില്ല മാം. അതിന്റെയാണോ പാടാനൊരു ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്ന ഒരു സ്ട്രെയിൻ? ആള് നന്നായിട്ട് പാടുന്ന ആളാണെന്ന്, ഭയങ്കര നല്ല ടാലന്റഡ് ആണെന്ന് കേട്ടാൽ നമുക്കറിയാം. പക്ഷെ നമുക്ക് ഇപ്പോഴത്തെ ആ ഒരു പെർഫോമൻസ് അല്ലേ നമുക്ക് നോക്കാൻ പറ്റുള്ളൂ. അപ്പോ കുറച്ച് പ്രോബ്ലംസ് ഇങ്ങനെ ഉണ്ടായി, പ്രത്യേകിച്ച് സംഗതികളുടെ ആ ഒരു പെർഫെക്ഷൻ അത് ഉടനീളം ഈ പാട്ടിൽ നല്ലോണം ഉണ്ട്. തീരുമാനം വെയിറ്റിംഗ് ലിസ്റ്റ് എന്നുള്ളതാണ് തീരുമാനം. പാട്ട് പഠിച്ചിട്ടുണ്ട്, പക്ഷെ പ്രസന്റ് ചെയ്യുന്ന സമയത്തുള്ള ചില പാളിച്ചകൾ ഇവിടെ സംഭവിച്ചിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് സർ, ഒരു അവസരം ലഭിക്കുകയാണെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും കറക്റ്റായിട്ട് ശരിയാക്കി പാടും. പ്ലീസ്, അത് എൻ്റെ ഒരു പ്രിവിലേജാണ്. അത് എപ്പോഴെങ്കിലും ഒരു അവസരം തീർച്ചയായിട്ടും എനിക്കിപ്പോൾ ഞാൻ കമ്പോസ് ചെയ്ത പാട്ട് എന്ന് പറഞ്ഞാൽ ഈ പാട്ടിനൊരു പ്രത്യേകത ഉണ്ട്. അതെന്തറിയോ, ഞാൻ ആദ്യമായിട്ട് ലിറിക്സ് ട്യൂൺ ചെയ്യാൻ പഠിച്ചത് ഈ പാട്ടിലാണ്. എൻ്റെ ആദ്യത്തെ പടത്തിൽ എല്ലാം ട്യൂൺ കൊടുത്തു. അതിന് അദ്ദേഹം മഹാകവി എഴുതി തന്നു, ONV കുറുപ്പ്. എനിക്ക് വലിയ പ്രശ്നം ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇവിടെ ഞാൻ ആദ്യം ഒരു പണി പഠിക്കേണ്ടി വന്നു. അതായത് ലിറിക്സിനെ എങ്ങനെ ട്യൂൺ ചെയ്യണമെന്നുള്ളത് അത് ഈ പാട്ടിലാണ് പഠിച്ചത്. അപ്പൊ അത് പാടിയതിന് എനിക്ക് വളരെ നന്ദിയുണ്ട് കേട്ടോ. താങ്ക് യു സോ മച്ച് രാജേഷ്. ഇപ്പോ നമ്മള് ഔട്ട് ആണെന്നൊന്നും അല്ല, നമ്മള് വെയിറ്റിംഗ് ലിസ്റ്റിലാണ്. വെയിറ്റിംഗ് ലിസ്റ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇന്നാവാനും ചാൻസ് ഉണ്ട്. നമ്മൾ അങ്ങനെ പോസിറ്റീവ് ആയിട്ട് ചിന്തിച്ചാൽ മതി കേട്ടോ. അപ്പൊ ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ഇങ്ങോട്ട് തന്നെ തിരിച്ചു വരാൻ സാധിക്കട്ടെ കേട്ടോ. ഓക്കെ, താങ്ക് യു സോ മച്ച്. താങ്ക് യു ശില്പ. പരിഭവമലരേ നിഴലായി കണിമലരിതളായി ഒഴുകും തിര. ഔസേപ്പച്ചൻ സാർ, ബിന്നി മാം, അവരുടെയൊക്കെ മുന്നിൽ പാടാൻ പറ്റുക, ഞാൻ പാടിയതും ഔസേപ്പച്ചൻ സാറിന്റെ പാട്ടാണ്. അപ്പൊ അതൊക്കെ ഭയങ്കര ഭാഗ്യമായിട്ട് ഞാൻ കാണുന്നു. അപ്പൊ വെയിറ്റിംഗ് ലിസ്റ്റിലാണ് ഞാൻ വന്നിരിക്കുന്നത്. ഇപ്പൊ ഇനി എല്ലാം ദൈവത്തിന് വിട്ടുകൊടുക്കുകയാണ്. കൈകുടന്ന നിറയെ തിരുമധുരം തരും കുരുന്നിളം തൂവൽ കിളിപ്പാട്ടുമായി ഇതളടർന്ന വഴിയിലൂടെ വരുമോ വസന്തം. കൈകുടന്ന നിറയെ
തിരുമധുരം തരും കുരുന്നിളം തൂവൽ കിളിപ്പാട്ടുമായി ഇതളടർന്ന വഴിയിലൂടെ വരുമോ വസന്തം കൈകുടന്ന നിറയെ തിരുമധുരം തരും ഒരു ചാറ്റൽ മഴയായും ചെറുകാറ്റിൽ കുളിരായും ഒരു നോവിൻ സുഖമായും ശ്രുതി ചേരും മനമാകെ പൂത്തിതോണി എന്നഴകിന്നഴകാലേ അപ്പൊ നമ്മുടെ ലാസ്റ്റ് കണ്ടസ്റ്റന്റ് ആണ്. പേര് അതെ പറഞ്ഞോളൂ. പേര് പറഞ്ഞോളൂ. ആര്യ. ആര്യ. സ്ഥലം എവിടെയാണ്? തിരുവനന്തപുരം. തിരുവനന്തപുരം. ആറ്റുകാലാണ്. ആറ്റുകാലാണ്. ഓക്കെ. ഇവിടെ പാട്ട് പാടി കഴിഞ്ഞപ്പോ എന്ത് തോന്നി? നല്ല അനുഭവമായിരുന്നു. ആദ്യമായിട്ടാണോ ഇത്രയും വലിയൊരു സ്റ്റേജിൽ പാടുന്നത്? അതെ അതെ ആദ്യമായിട്ടാണ്. ഓക്കെ, അപ്പൊ നമുക്ക് ഇനി ജഡ്ജസിന്റെ അടുത്ത് തന്നെ ചോദിക്കണം എന്താണ് അവരുടെ അഭിപ്രായം എന്നുള്ളത്. ചോദിക്കാം. ഔസേപ്പച്ചൻ സർ, എന്താണ് തീരുമാനം? തീരുമാനം ഞങ്ങൾ പറയുന്നതിന് മുമ്പ് ആ. നമുക്ക് ഇത് അവസാനത്തെ കണ്ടസ്റ്റന്റ് ആണെന്നാണല്ലേ പറഞ്ഞത്. യെസ് യെസ്. കുറച്ചു പേരെയൊക്കെ നമ്മൾ വെയിറ്റിംഗ് ലിസ്റ്റ് ലിസ്റ്റിലിട്ടായിരുന്നു. അവരും കൂടി ഒന്ന് വിളിക്കും. അപ്പൊ നമ്മൾ നേരത്തെ വെയിറ്റിംഗ് ലിസ്റ്റിൽ കുറച്ച് പേര് ഇട്ടിട്ടുണ്ടായിരുന്നു, പ്രയോറിറ്റി വെയിറ്റിംഗ് ലിസ്റ്റിൽ കുറച്ച് പേര് ഇട്ടിട്ടുണ്ടായിരുന്നു. ആ എല്ലാ കണ്ടസ്റ്റന്റ്സിനെയും ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നല്ലൊരു കൈയടി കൊടുക്കാം. അപ്പോൾ എല്ലാവരും എത്തിയിട്ടുണ്ട്. ഇവിടെ ഏറ്റവും കൂടുതൽ ടെൻഷനും ധർമ്മസങ്കടത്തിലുമാണ് ഞങ്ങൾ 3 പേര്. ഇത് എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളെല്ലാവരും അത്യാവശ്യം നന്നായിട്ട് പാടുന്നുണ്ട്. ഇപ്പൊ ഈ പാട്ടിലൊക്കെ ചെറിയ ചെറിയ കുഴപ്പങ്ങളുണ്ടെങ്കിലും നിങ്ങളെ ഒന്ന് തള്ളിക്കഴിഞ്ഞാൽ നിങ്ങൾ ഗംഭീരമായിട്ട് ഫ്യൂച്ചറുള്ള മക്കളാണ്. അപ്പം ഞങ്ങൾക്ക് പക്ഷേ ഒരു പരിമിതികളുണ്ട്. ഇവിടെ 20 ചെയറാണ് നമ്മൾ നിങ്ങൾക്ക് വേണ്ടി വെച്ചിരിക്കുന്നത്. ഇപ്പൊ അതില് ഇനി ഒരു ചെയറേ ബാക്കിയുള്ളൂ. 9ാം നമ്പർ ചെയർ. അപ്പൊ ഞങ്ങൾ ഒന്ന് ഡിസ്കസ് ചെയ്തു. ഇതിന്റെ പ്രൊഡ്യൂസർ, ഡയറക്ടർ ഇവരോടൊക്കെ ചോദിച്ച് സ്പെഷ്യൽ റിക്വസ്റ്റ് വെച്ചിട്ട് ഒരു 2 ചെയർ തരുമോ മാഷോ എന്ന് ചോദിച്ചു. അപ്പം അത് വി ഷുഡ് ബി താങ്ക്ഫുൾ ടു ഫ്ലവേഴ്സ്. 2 ചെയർ എക്സ്ട്രാ ഇടുക എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമുള്ള കാര്യമല്ല. ഒരുപാട് അതിൻ്റെ പിന്നിൽ ഉണ്ട് കഥകൾ. അപ്പോൾ അങ്ങനെ അവർ സമ്മതിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് വേണ്ടത് ഇതിൽ നിന്ന് ഈ 2 ചെയറിലേക്കും കൂടി മൊത്തം 3 പേരെ സെലക്ട് ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ അതില് ഞങ്ങളൊരു തീരുമാനം എടുത്തു. ആ നീല സാരി എടുത്തിരിക്കുന്ന ഒരു കുട്ടിയുണ്ടല്ലോ, അത് കുറച്ച് മുമ്പിലേക്ക് വരുമോ? അതായത് നമുക്ക് ചില കാര്യങ്ങൾ ഞങ്ങൾ തീരുമാനിച്ചതിന്റെ വെളിച്ചത്തിൽ അത് ഇപ്പൊ പറഞ്ഞല്ലേ പറ്റുള്ളൂ. കൺഗ്രാറ്റുലേഷൻസ്. ആര്യ ഇസ് ഇൻ. ഇനിയിപ്പോ ലാസ്റ്റ് 9ാം നമ്പർ ചെയർ. മെഡലില്ലേ? മെഡലുണ്ട്. ഞങ്ങളുടെ നമ്മുടെ ലാസ്റ്റ് കണ്ടസ്റ്റന്റ് നിങ്ങൾ രണ്ടുപേരും കൂടി ഇടിക്കൂ എന്നുള്ളതാണ്. നല്ല ഒരു കുറവേറ്റ് ആൻഡ് മീനാക്ഷി. ആര്യക്ക് വേണ്ടി 9ാം നമ്പർ ചെയർ അവിടെ കാത്തു നിൽക്കുവാണ്. ആ ചെയർ ഇനി ആര്യയുടെ ആണ്. ഓൾ ദി ബെസ്റ്റ്. ഇനിയാണ് ഞങ്ങൾക്ക് ടെൻഷൻ.
ആ 2 ചെയറിലേക്ക് എക്സ്ട്രാ ഇനി ചെയറിലേക്ക് ആരാണ് 1 2 3 4 5 6 ഈ 6 പേരും നല്ല പാട്ടുകാരാണ്. ഒരാളും കൂടെ വെയിറ്റിംഗ് ലിസ്റ്റിൽ ഉണ്ടായിരുന്നില്ലേ? പേര് പറയൂ. ശാന്തിനി. ശാന്തിനി KS. നമ്മള് അറിഞ്ഞത് ഇവിടത്തെ റിസൾട്ട് ഒക്കെ അറിഞ്ഞ് ചെറിയൊരു വിഷമായി. എന്ത് വിഷമം? നമ്മുടെ ഇവിടുത്തെ റിസൾട്ട് ഒക്കെ കേട്ടിട്ട് പിന്നെ ഓൾമോസ്റ്റ് നമ്മുടെ ചെയറും ഒക്കെ ഫില്ലായി എന്നറിഞ്ഞ് ആൾക്ക് കുറച്ച് വിഷമായി. അപ്പൊ അതുകൊണ്ട് ആള് പിടിച്ചു പോയി എന്നാണ് നമ്മൾ അറിഞ്ഞത്. എപ്പോഴും ഇത്തരം അബദ്ധങ്ങൾ നമ്മൾ ജീവിതത്തിൽ ആരും ചെയ്യരുത്. ഇപ്പൊ ഇവരൊക്കെ പോയില്ലല്ലോ. അതെ, 2 പേർക്ക് ചാൻസ് ഇപ്പോഴും എടുക്കല്ലോ. അതാണ് നമ്മൾ എടുത്തു ചാടരുത്. അങ്ങനെ കുറച്ചൊന്ന് സംയമനം പാലിക്കുക. സംയമനം പാലിക്കണം. ഉടനെ അതിനെ നമ്മൾ എന്ത് പറയാ, ഹോട്ട് ടെമ്പർ അല്ലേ? ഹോട്ട് ചെയറിലിരിക്കുന്നതിന് മുമ്പുള്ള ഹോട്ട് ടെമ്പർ. അപ്പൊ ആ കുട്ടി പോയെങ്കിൽ ആ കുട്ടിയുടെ അവസരമാണ് പോയത്, കുട്ടിക്കാണ് പോയത്. അപ്പൊ ഇത് മാറ്റി വെക്കുകയാണ്. കുട്ടിയുടെ പേര് ശാന്തിനി KS ഫ്രം നോർത്ത് പരവൂർ. ഏത് പാട്ടാ പാടിയത് ശാന്തിനി? ടോപ്പ് പ്രയോറിറ്റി ആണ്. ടോപ്പ് പ്രയോറിറ്റി ആയിരുന്നു. യു ആർ ട്രൈയിങ് യുവർ ലെവൽ ബെസ്റ്റ്. നന്നായിട്ട് പാടുന്നുണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ പക്ഷെ ഒരുപാട് സ്ട്രെയിൻഡ് ആയിട്ട് വരുന്നുണ്ട്. അതെ, ഒരു ലൈൻ നമ്മൾ പാടി കഴിയുമ്പോൾ നമുക്ക് ആദ്യത്തെ ഒരു വേർഡ് അടുത്ത വേർഡ് മങ്ങുന്നു. ബോധ്യപ്പെടുന്നുണ്ടോ? നന്നായി പാടുന്നുണ്ട്. നല്ല സംഗീതം, നല്ല സംഗതികളൊക്കെ എന്തൊക്കെയാണ് പാടുന്നതെന്ന് അറിയാം. പക്ഷെ പാടാൻ കഴിവുള്ള കുട്ടിയാണ്. അതുകൊണ്ട് നമുക്ക് വെയിറ്റിംഗ് ലിസ്റ്റിൽ ടോപ്പ് പ്രയോറിറ്റി ആണ്. ഒരു ഹാഫ് ആൻ അവർ കൂടെ വെയിറ്റ് ചെയ്തിരുന്നെങ്കിൽ ഇത് നല്ലൊരു റിസൾട്ടുമായിട്ട് പോയിക്കൂടായിരുന്നു. അല്ല, ഞാൻ ആ കുട്ടിയോട് നിങ്ങളൊക്കെ ശരി എന്ന് പറഞ്ഞു വിട്ടപ്പോ ഞാൻ ഇവിടെ നിർത്തി പറഞ്ഞു. ഞാൻ പ്ലീസ് വെയിറ്റ് എന്ന് ഞാൻ പറഞ്ഞു ആ കുട്ടിയുടെ. ശാന്തിനി പ്ലീസ് വെയിറ്റ്, ഇപ്പോഴല്ല അവിടെ പോയിട്ട് വെയിറ്റ് ചെയ്യണം. ശാന്തിനി ഇത് കാണുന്നുണ്ടെങ്കിൽ വലിയൊരു അവസരമാണ് ശാന്തിനിക്ക് നഷ്ടപ്പെട്ടത്. വളരെ സങ്കടം ഉണ്ടാക്കുന്ന തീർച്ചയായിട്ടും. ഞാൻ പറയട്ടെ, റിസൾട്ട് ഇത് ഒരു വേദി, അതിൽ ഒട്ടും വിഷമിക്കരുത് കേട്ടോ. നമുക്കൊരു പരിധി ഉള്ള ആൾക്കാരെ ഇത്ര പേര് എടുക്കാൻ പറ്റുള്ളൂ. ഇന്നത്തെ ആ ഒരു നേരത്തെ 5 നിമിഷത്തെ ഒരു ലക്ക് കൊണ്ട് മാറി മറിയാവുന്ന നമ്മുടെ എല്ലാം ജീവിതം അങ്ങനെയല്ലേ. അതുകൊണ്ട് ഒരിക്കലും വിഷമിക്കുകയോ അതിലൊരു കെറിവിക്കോ ഒന്നും ചെയ്യരുത് കേട്ടോ. ശാന്തിനിക്ക് അത് വലിയൊരു ലോസ് ആയി പോയെന്നാണ് നമുക്ക് 2 പേർക്കും ഉള്ള അഭിപ്രായം. ഓക്കെ, അപ്പൊ നമുക്ക് ബാക്കി റിസൾട്ടിലേക്ക് കടക്കാം. റിസൾട്ട് എന്ന് പറയുന്നത് ഈ 6 പേരിൽ 2 പേര്. പാർവതി ഒന്ന് മുമ്പോട്ട് നിൽക്കും. പാർവതി സ്വരകന്യകമാർ എടുത്തു. നല്ല ബുദ്ധിമുട്ടുള്ള പാട്ട് തന്നെയാണ്. കുറച്ചെടുത്ത് അതൊന്ന് സ്ലിപ്പായി പോയി. പാർവതിയെ ഇൻ ചെയ്യണം എന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. സ്വരകന്യമാരല്ലേ, ഭയങ്കര ടഫായിട്ടുള്ള പാട്ടാന്ന് ഞാൻ പറഞ്ഞു കുറെ ലാസ്റ്റ്. ബട്ട് ഐ തിങ്ക് ആ ഒരു പാട്ടിന്റെ ടഫ്നെസ്സിനനുസരിച്ച് പാർവതിയുടെ ആ ഒരു റെൻഡറിങ് എനിക്ക് തോന്നുന്നു പാർവതി ഇനി ഒന്നോടെ പാടെന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ ഇതിനേക്കാളും നന്നായി പാടുമായിരിക്കും. അപ്പോഴത്തെ ഒരു ടെൻഷനില്. അല്ലെങ്കിൽ വേണമെങ്കിൽ ഇപ്പൊ ഒരു വേറെ പാട്ടൊക്കെ പാടിപ്പിച്ച് നോക്കാനുള്ള അവസരമുണ്ട്. പക്ഷേ
പാർവതി യു ആർ ഇൻ. കൺഗ്രാറ്റുലേഷൻസ് പാർവതി. അങ്ങനെ നമ്മുടെ 21ാമത്തെ കണ്ടസ്റ്റന്റ് ആയിട്ട് പാർവതി ഇന്നായിരിക്കുകയാണ്. ഇനി ഒരൊറ്റ ചെയർ മാത്രമാണ് ബാക്കി. മ്യൂസിക്കൽ വൈഫിൽ 20 പേരല്ല 21 പേരായി. ഇനി ഒരാൾക്ക് കൂടിയാണ് ഈ നിൽക്കുന്ന 5 പേരിൽ അവസരമുള്ളത്. ഈ 5 പേരിൽ ആരായിരിക്കും എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. ലാസ്റ്റ് 20 സെക്കൻഡ് ചെയറിലേക്ക് വരാനുള്ള ആള്. എന്നീ ഗസ്സസ്? ഇരുപത്തിരണ്ടാമത്തെ ചെയർ അശ്വിനി അനീഷ്. ചെറിയ കുട്ടികളെ പോലെ പാടി ചെറിയ കുട്ടികളെ പഠിപ്പിക്കുന്ന അശ്വിനി. കണ്ണോട് കണ്ണോരാണ് പാടിയത്. ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു. അതിന് നല്ലൊരു ഫീൽ ഉണ്ടായിരുന്നു. യുവർ വോയിസ് ഇസ് വെരി യുണീക്ക് എന്ന് പറഞ്ഞാൽ വോയിസ് വേറെ കുട്ടികളുടെ പോലത്തെ വോയിസ് ആണ്. സെറു പറഞ്ഞ പോലെ ബൈ ഹാബിറ്റും ഈ പറഞ്ഞ പോലെ കൊഞ്ചി 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 സംസാരിക്കുന്ന പോലെ പാടിയപ്പോൾ വന്നതായിരിക്കും. പക്ഷെ എന്താണെങ്കിലും ഒരുപാട് ഫീൽ ഉണ്ടായിരുന്നു പാടിയതിൽ. അതിൻ്റെ ബേസിസിൽ അശ്വിനി അനീഷാണ് നമ്മുടെ ലാസ്റ്റ് സെലക്റ്റഡ് കണ്ടസ്റ്റന്റ്. ബാക്കിയുള്ള കണ്ടസ്റ്റൻസിന് നമ്മളോട് ദേഷ്യമൊന്നും തോന്നരുത്. അല്ല, they will be still waiting only. ഇപ്പോ ഞങ്ങളുടെ ചെയർ നിറഞ്ഞിരിക്കുകയാണ്. ചെയർ ഒഴിയുന്ന സമയം വരും ഭാവിയിൽ അല്ലേ? വരും. ഇതില് യു ഹാവ് ടു വെയിറ്റ് ഫോർ ദാറ്റ്. ഇപ്പോ നമ്മൾ വെയിറ്റ് ചെയ്യാത്തതുകൊണ്ടുണ്ടായ അപകടം കണ്ടില്ലേ? ഇനിയും വരും അവസരങ്ങൾ ഇതേപോലെ. ചിലപ്പോൾ ഈ വേദിയിൽ തന്നെ. ഇതൊന്നും നമ്മുടെ കയ്യിലല്ല, ഇത് മേലെ ഒരാൾ തീരുമാനിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾ ആരും പുറത്തല്ല. ഇപ്പൊ നേരത്തെ ഔസേപ്പച്ചൻ സാറ് പറഞ്ഞ പോലെ തന്നെ നിങ്ങളെല്ലാവരും ഈ യാത്രയിൽ ഉണ്ടാകും. അപ്പൊ എപ്പോഴാണ് നിങ്ങളുടെ അവസരം നിങ്ങളെ തേടിയെത്തുന്നതെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോ കാത്തിരിക്കുക. കാത്തിരുന്നാൽ ലഭിക്കാത്ത അവസരങ്ങളില്ല അല്ലേ? ഓക്കെ, അപ്പോ നമ്മുടെ ബാക്കി എല്ലാ കണ്ടസ്റ്റന്റ്സിനും ഓൾ ദ വെരി ബെസ്റ്റ്. സർ പറഞ്ഞതുപോലെ തന്നെ ഈ വേദിയിൽ തന്നെ തിരിച്ചു വരാൻ സാധിക്കട്ടെ എല്ലാവർക്കും. ഓൾ ദ ബെസ്റ്റ് ആൻഡ് കൺഗ്രാറ്റുലേഷൻസ് ടു ദ വിന്നേഴ്സ്. സെലക്ട് ആയോടത് അവരെ എല്ലാവരുടെയും കഴുത്തിലൊരു മെഡലുണ്ട്. മെഡലുണ്ട്. അപ്പൊ നിങ്ങൾക്കും വേണ്ടേ മെഡൽ? വേണം. വേണം. വേണ്ടേ? വേണം. ഓക്കെ, അപ്പൊ 2 മെഡലുകൾ എന്റെ കയ്യിലുണ്ട്. ഒരാൾക്കുള്ള മെഡൽ മീനാക്ഷി അണിയിച്ചോളൂ. ഓക്കെ, അപ്പോ കൺഗ്രാറ്റുലേഷൻസ്. അങ്ങനെ മ്യൂസിക്കൽ വൈഫിന്റെ 22 മത്സരാർത്ഥികൾ ഇവിടെ റെഡിയാണ്. അപ്പൊ എനിക്ക് തോന്നുന്നു ആ 20 സീറ്റിൽ ഇരിക്കുന്ന മത്സരാർത്ഥികൾ എല്ലാവരും ഈ വേദിയിലേക്ക് കടന്നു വരും. അപ്പോ ഇതാണ് 22 കണ്ടസ്റ്റന്റ്സ്. നമ്മൾ ആദ്യമേ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു 20 കണ്ടസ്റ്റന്റ്സിനെ ആയിരിക്കും നമ്മൾ സെലക്ട് ചെയ്യാന്നുള്ളത്. പക്ഷെ എന്ത് ചെയ്യാം, എല്ലാവരും പോരാട്ടം കാരണം നമ്മൾ 2 പേരെ കൂടി എക്സ്ട്രാ എടുത്തിരിക്കുകയാണ്, സെലക്ട് ചെയ്യേണ്ടി വന്നു. അങ്ങനെ 22 കണ്ടസ്റ്റന്റ്സ് ആണ് നമുക്ക് ഈ സീസണിലുള്ളത്. നമ്മുടെ 22 കണ്ടസ്റ്റന്റ്സിനും സ്വാഗതം. മ്യൂസിക്കൽ വൈഫ് ഇതല്ലേ? അപ്പോ 22 പേരോടും പറയാനുള്ളത് നിങ്ങളെ കാത്തിരിക്കുന്നു ആ ട്രോഫി. ഒപ്പം ഒരു ഇവർക്ക് അറിയില്ലല്ലേ? അതായത് ഈ ട്രോഫിയാണ് നിങ്ങളുടെ പ്രൈസ്. പക്ഷെ ആ ട്രോഫി നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത്, നിങ്ങൾക്കെന്ന് വെച്ചാൽ വിന്നറിന് കിട്ടാൻ പോകുന്നത് ഈ വേദിയിൽ വെച്ചിട്ടല്ല. നമ്മള് ഇന്ത്യക്ക് പുറത്ത് ഒരു സ്ഥലത്ത് വെച്ചിട്ടാണ് നമ്മൾ ഇന്റർനാഷണൽ ട്രിപ്പിലൂടെ ആയിരിക്കും നിങ്ങൾക്ക് ഈ ട്രോഫി കൈമാറുന്നത്. അതെ, നിങ്ങൾക്ക് മാത്രമല്ല നിങ്ങളുടെ ഫാമിലിക്കും കൂടെ ഒപ്പം ട്രിപ്പ് ഒരു ഇന്റർനാഷണൽ ട്രിപ്പ് ഉണ്ടാവും. പക്ഷെ സ്ഥലം ഏതാണെന്നുള്ളത് നമ്മളിപ്പോ പറയില്ല, അത് സസ്പെൻസ് ആണ്. പിന്നെ ഈ പ്രൈസ് എന്ന് പറയുന്നത് ഒരു ചെറിയ ടെസ്റ്റ് ഡോസ് മാത്രമാണ്. പിന്നാലെ പ്രൈസുകളുടെ എണ്ണം കൂടിക്കൊണ്ടേയിരിക്കും കേട്ടോ.
അപ്പൊ നിങ്ങളുടെ മത്സരത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കും നമ്മുടെ ഈ ഷോയുടെ ഒരു യാത്ര. അപ്പൊ എന്തായാലും വാശിയേറിയ പോരാട്ടത്തിന് ദാ ഇവിടെ തിരികൊളുത്തുകയാണ്. അപ്പൊ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. നമുക്ക് ജഡ്ജസിന്റെ അടുത്ത് ജഡ്ജസിന്റെ സ്പെഷ്യൽ റിക്വസ്റ്റ് നമ്മൾ എടുത്തെടുത്ത് പറയുന്നുണ്ട്. 22 കണ്ടസ്റ്റന്റ്സ് ആക്കിയിരിക്കുകയാണ്. ബിന്നി ചേച്ചി, എന്താണ് നമ്മുടെ 22 കണ്ടസ്റ്റന്റ്സിനോടും പറയാനുള്ളത്? ഫസ്റ്റ് ഞങ്ങളുടെ റിക്വസ്റ്റ് അക്സെപ്റ്റ് ചെയ്തതിന് വളരെ താങ്ക്സ്. പിന്നെ നിങ്ങളോട് എല്ലാവരോടും എനിക്ക് പറയാനുള്ളത് എന്തെന്ന് വെച്ചാൽ, വീട്ടമ്മമാർക്കുള്ള ഒരു റിയാലിറ്റി ഷോ നമ്മൾ വീട്ടിൽ പാടുന്ന അത്രയും കഴിവുള്ള ആൾക്കാർ ഇപ്പം നമ്മൾ വേദിയിൽ, ഇത്രയും വലിയൊരു വേദിയിൽ കഴിവ് തെളിയിക്കാൻ പോവുകയാണ്. അപ്പം നിങ്ങൾക്ക് കിട്ടിയ ഒരു നല്ല വേദിയായിട്ട് നിങ്ങളോട് തന്നെ മത്സരിക്കുക. നമുക്ക് നമ്മുടെ കഴിവിനെ നമുക്ക് എത്രത്തോളം വളർത്തിയെടുക്കാം, എത്രത്തോളം ഹാർഡ് വർക്ക് ചെയ്ത് നമുക്ക് വളർത്തിയെടുക്കാം എന്നുള്ള ആ ഒരു തിങ്കായിരിക്കണം. അതല്ലാതെ നമ്മൾക്ക് ഇവിടെ ചിലപ്പോൾ ചില നേരം ഔട്ടാകും, അതിലൊന്നും ഒരിക്കലും വിഷമിക്കരുത്. ഇത്രയും നല്ലൊരു വേദി, ഇത്രയും നല്ലൊരു മ്യൂസീഷ്യൻസിന്റെ കൂടെ പാടാൻ കിട്ടുന്ന ഓരോ നേരവും പ്രാക്ടീസ്, എക്സ്പീരിയൻസ് ഈസ് മാസ്റ്റർ എന്ന് പറഞ്ഞ പോലെ ഓരോ വേദിയുമാണ് നമ്മൾക്ക് കിട്ടുന്ന ഏറ്റവും വലിയ സമ്മാനം എന്ന് വിചാരിക്കുക. ഇതിൽ ആരും ഒരിക്കലും വിഷമിക്കരുത്. എല്ലാവരും നന്നായിട്ട് പാടുക. ഓരോ പ്രാവശ്യം നമ്മൾ ഇമ്പ്രൂവ്മെന്റ് കാണിച്ചുകൊണ്ടിരിക്കണം. അതിന് വർക്ക് ചെയ്യണം, ഹാർഡ് വർക്ക് ചെയ്യണം. ഇത് നിങ്ങൾക്ക് സമ്മാനവേദിയല്ല, സെലക്റ്റഡ് വേദിയാണിത്. യു ആർ നോട്ട് വിന്നേഴ്സ് നൗ, സെലക്റ്റഡ് ആയിട്ടേ ഉള്ളൂ. ഇനി മ്യൂസിക്കൽ വൈഫ് എന്ന് പറഞ്ഞ ഷോ ലോകപ്രശസ്തിയുള്ള ഒരു ഷോ ആക്കി മാറ്റേണ്ട ചുമതല നിങ്ങൾക്കുണ്ട്. അതിനാണ് നിങ്ങൾ ഇവിടെ വെച്ചിരിക്കുന്നത്. നിങ്ങൾ ഏറ്റില്ലേ? യെസ്, ഞങ്ങളും കൂടെ അത് മതി. Thank you so much. You are all musical wives and may you all have a musical life. Wow. Great. അപ്പോ 22 വീട്ടമ്മമാർ, 22 മത്സരാർത്ഥികൾ. നമ്മുടെ മത്സരം ആരംഭിക്കണ്ടേ? ഓക്കെ, റെഡിയല്ലേ? ഓക്കെ, അപ്പോ നമ്മുടെ മ്യൂസിക്കൽ വൈഫ് ദാ ഇവിടെ സ്റ്റാർട്ട് ചെയ്യാണ്. ഇത് റീഗൽ ജ്വല്ലേഴ്സ് മ്യൂസിക്കൽ വൈഫ് സ്പെഷ്യൽ പാർട്ട്ണർ ലവേഴ്സ് ഇന്നർവെയർ, co-powered by Milma Ice Creams and MyG Future. അപ്പൊ എന്തായാലും നമ്മൾ അടുത്ത ദിവസം മുതൽ നമ്മുടെ മത്സരം ആരംഭിക്കുന്നതാണ്. അപ്പോ ഇന്നത്തേക്ക് നമുക്ക് ടാറ്റ ബൈ ബൈ പറയാം അല്ലേ? ഓക്കെ, എല്ലാവരോടും ഏവർക്കും ബൈ. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. മ്യൂസിക്കൽ വൈഫ് ഇതല്ലേ വൈബ്.